അച്ചാമരെ അടുത്തത് നമ്മൾ വിസിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം എക്കോ പാർക്കാണ് കേട്ടോ. അപ്പൊ പിന്നെ എക്കോ പാർക്കിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കാണാനുണ്ടെന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കയ്യിലൊരു ടാഗ് അങ്ങ് പിടിപ്പിച്ച് തരും. വെയിലും മഴയും മാറി ഉള്ളത് കൊണ്ട് തന്നെ കൊട അവിടെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യുക, അല്ലാത്തവർക്ക് വേണ്ട. ഈ ഒരു കിളിവാതിലും കയറി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് മീനെ ഊട്ടുക എന്നുള്ള ഫസ്റ്റ് പരിപാടിയാണ്. അതൊരു പ്രത്യേക തരം എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അത്തരം മീനും കാര്യങ്ങളൊക്കെ കയ്യിലേക്ക് വരുമ്പോൾ തന്നെ ഇക്കിളി ഇട്ട് പോവും. പുളകം കൊള്ളിക്കും നമ്മളെ ആ മീൻ കിടക്കുന്ന പൂള് തന്നെ ഒരു മീനിന്റെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ. അത് കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മ പക്ഷി സങ്കേതം എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്കാണ് പോണത്. പക്ഷികൾ പറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി തന്നെ അവിടെ ഒരു റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് നമ്മ അതിന്റെ അകത്തേക്ക് പോകുന്നത്. പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയില്ലാത്ത കിളികളാണ്. നമ്മളെ കൈ വരെയും കടിച്ചു തിന്നും. അത്രയും സെറ്റപ്പാണ് ആ പക്ഷികൾ. അത് നമ്മളെ മേത്ത് കയറിയിരിക്കും, തലയിലിരിക്കും. അങ്ങനെ പലവിധ ആക്ടിവിറ്റി ആ പക്ഷി കാണിക്കോട്ടാ. അങ്ങനെ പക്ഷികളായിട്ടുള്ള കളികളും മറ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സാധനമാണ് ഇരിക്കുന്നത്. ആ സാധനത്തിനെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ കൈ കഴുകുക, അവിടെ നേരെ പുറത്തോട്ട് ഇറങ്ങുക. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെള്ളച്ചാട്ടവും സെറ്റപ്പും കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കിട്ടിയത് പിന്നെ അപ്പൊ അവിടെ ഒരു ഫോട്ടോ എടുക്കലും ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചു നേരം അവിടെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്തിട്ടാ. അവിടെ നിന്ന് നേരെ നമ്മ വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങായിനെ കാണാനാണ്ടാ. ഈ ചങ്ങായി കടിക്കും, അതിലും സെറ്റപ്പാണ്. വേറൊരു താറാവുണ്ട്, ആ താറാവിനെ കാണാനായിട്ട്. ചെറിയ താറാവാണ്. ഇതിന്റെ പേര് കോൾഡെക്ക് എന്ന് പറയും. ഒറിജിൻ വരുന്നത് നെതർലാൻഡ്സിലാണ്. ഹൈറ്റ് കുറവായിരിക്കും. ഇത്രയും വരെയാണ് മാക്സിമം സൈസ് വരത്തുള്ളൂ. അങ്ങോട്ട് നമുക്ക് നടന്ന് നീങ്ങാനുള്ളത് പലതരം ചെടികളുടെ ഇടയിൽ കൂടിയാണ് കേട്ടോ. ആ ചെടികൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് മൂട്ടി, അങ്ങനെ കുറെ ചെടികളൊക്കെ ഉണ്ട്. പലതരം നമുക്ക് കാണാത്ത തരം ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ട് അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ എത്തണത് ഒരു ഹണി ഷോപ്പിലേക്കാണ്. അവിടെ പലതരം ഹണികൾ നമുക്ക് കിട്ടും. അതിന് പ്രത്യേകം പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ നമ്മ അത് മേടിച്ചില്ല. നമ്മ നേരെ അവിടെ നിന്ന് അടുത്ത സെക്ഷനായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അങ്ങ് നീങ്ങി. ഇനി ജസ്റ്റ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പിന്റെ സെക്ഷനാണ്. പാമ്പിന്റെ കാര്യം പറയുമെങ്കിൽ ഒന്നും പറയാണ്ടിരിക്കണതാണ് നല്ലത്. കാരണം നമ്മ കാണാത്ത കുറെ പാമ്പുകളാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഇങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊന്നും. അപ്പൊ ആ പാമ്പിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴുത്തിലിടാ, കയ്യിലിടാ, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാട്ടാ. ചില പാമ്പിനെ നമുക്ക് ഇടണതിന് പ്രത്യേകം ചാർജും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മ അത് ഇൻക്ലൂഡ് ആക്കിയില്ല. പൈസ കൊടുത്ത പാമ്പിന്റെ കടി നമുക്ക് വേണ്ട. അങ്ങനെ പാമ്പുമായിട്ടുള്ള മല്ലയുദ്ധം കഴിഞ്ഞ് നേരെ ഇറങ്ങിയത് മുയലിന്റെയും പശുവിന്റെയും ഒക്കെ അടുത്തേക്കാണ്. അപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ ലെങ്ത് പരിമിതി കാരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.